ആയിരക്കണക്കിന് വർഷങ്ങളായി മാതളനാരങ്ങ ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, അത്ലറ്റിക് പ്രകടനം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് പുരാതന ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നതായി പറയുന്നു. ഗ്രീക്ക്, ഹീബ്രു, ബുദ്ധ, ക്രിസ്ത്യൻ പുരാണങ്ങളിലും രചനകളിലും ഇത് പരാമർശിക്കപ്പെടുന്നു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന 7 ഇനം പഴങ്ങളിൽ ഒന്നാണ് മാതളനാരകം. മാതളപ്പഴമെന്നും അനാർ എന്നും ഉറുമാമ്പഴം എന്നും രുചികരവും ആരോഗ്യദായകവുമായ പഴത്തെ അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ദാഡിം എന്നും അറിയപ്പെടുന്നു. മാതളനാരകത്തിന്റെ ശാസ്ത്രീയ നാമം പ്യൂണിക്ക ഗ്രാനേറ്റം എന്നാണ്. ഇത് ലിത്രേസിയ കുടുംബത്തിൽപ്പെടുന്ന ഒന്നാണ്. 4 മുതൽ 7 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് മാതളം. വെയിൽ ലഭിക്കുന്ന നീർവാഴ്ചയുള്ള ഏത് മണ്ണിലും മാതളം വളർത്താവുന്നതാണ്. ഇതിന്റെ വിത്ത് മുളപ്പിച്ച് നടാറുണ്ടെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നഴ്സറികളിൽ നിന്നും വാങ്ങി നടുന്നതാണ് കൂടുതൽ ഫലം നൽകുന്നത്. ഇതിന്റെ കായ്, പൂവ്, വേര്, തൊലി എല്ലാം ഔഷധമൂല്യമുള്ളവയാണ്. ആയുർവേദത്തിൽ മിക്കവാറും എല്ലാ മരുന്നുകളിലും മാതളം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ മാതളം കൃഷി ചെയ്തു വരുന്നു. വരണ്ട കാലാവസ്ഥയാണ് ഇവ നന്നായി വിളവ് നൽകുന്നത്. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മാതള കൃഷിക്ക് അനുയോജ്യമല്ല. മാതളനാരകങ്ങൾ ഇറാൻ, തെക്കുപടിഞ്ഞാറൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. മാതളനാരകത്തിന് ഒരു ക്ലാസിക്കൽ ലാറ്റിൻ നാമവുമുണ്ട്. മാലും ഗ്രാനേറ്റം, അതായത് ധാന്യ ആപ്പിൾ എന്നാണ്. ഇതിൽ ജീവകങ്ങളായ വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു. മിനറലുകളായ കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഏത് രോഗാവസ്ഥയിലും ക്ഷീണം മാറ്റുന്നതിന് മാതളത്തിന്റെ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. ഉള്ളിൽ ചുവന്ന നിറത്തിലുള്ള അല്ലികളോട് കൂടിയ ഒരു പഴമാണ് മാതളം. ഒരു മാതളം ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായ 40% മുതൽ 50% വരെ വൈറ്റമിൻ സി ഒരു മാതളപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. രക്തം വർദ്ധിക്കുന്നതിനും കുട്ടികളിൽ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും മാതളപ്പഴം നല്ലതാണ്. അൽഷിമേഴ്സ് പോലുള്ള മറവി രോഗത്തിന് മാതളം നല്ലതാണ്. മാതള നാരങ്ങയിലെ സംയുക്തങ്ങൾക്ക് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കരൾ ക്യാൻസറിന്റെ പ്രാരംഭഘട്ടത്തിൽ ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാൻ മാതള നാരങ്ങ സഹായിക്കുമെന്നും മാതള നാരങ്ങയുടെ സത്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വൃക്കയിലെ കല്ലുകളുടെ രൂപീകരണം കുറയ്ക്കാൻ മാതള നാരങ്ങയുടെ സത്ത് സഹായിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വായുനാറ്റത്തിനും പല്ല് നശിക്കാനും കാരണമാകുന്ന രോഗാണുക്കളുടെ വളർച്ച കുറയ്ക്കുന്നതിലൂടെ വായുടെ ആരോഗ്യത്തിനും നല്ലതാണ്. മസ്തിഷ്ക കോശങ്ങളുടെ നിലനിൽപ്പ് വർദ്ധിപ്പിക്കുകയും അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗങ്ങളിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കാനും മാതളം സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന പ്യൂനിസിക് ആസിഡ് എന്ന ആന്റി ഓക്സിഡന്റ് തലച്ചോറിലേക്കും തലയോട്ടിയിലേക്കുമുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതിന്റെ ഫലമായി മുടികൊഴിച്ചിലുള്ളവർക്ക് പതിവായി കഴിച്ചാൽ മുടികൊഴിച്ചിൽ തടയുന്നതിനും ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു. PCOD, PCOS ഉള്ള സ്ത്രീകൾ ദിവസവും ഒരു മാതളം കഴിക്കുന്നത് നല്ലതാണ്. ഓവുലേഷൻ നോർമൽ ആകാൻ നല്ലതാണ്. കൂടാതെ മാതള നാരങ്ങ അരിലിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടിനെ കുറയ്ക്കാൻ മാതളം സഹായിക്കുന്നു. മാതളം പതിവായി കഴിച്ചാൽ BP നിയന്ത്രിക്കുന്നതിനും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മാതളത്തിന്റെ ജ്യൂസ് നല്ലതാണ്. കൂടാതെ മസിലുകളുടെ ആരോഗ്യത്തിനും മാതളം നല്ലതാണ്. പല്ലുകളിൽ കറ പിടിക്കുന്നത് തടയുന്നതിനും വായ്ക്കുള്ളിൽ ഫംഗസ് രോഗങ്ങൾ വരുന്നവർക്കും വിട്ടുമാറാതെയുള്ള വിരശല്യം മാറുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും മാതളം സ്ഥിരമായി കഴിക്കുന്നത് ഗുണം ചെയ്യുന്നു. പ്രമേഹ രോഗമുള്ളവർക്കും കൂടാതെ അമിതവണ്ണമുള്ളവർക്ക് അത് കുറയുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും മാതളത്തിന്റെ ജ്യൂസ് വ്യായാമം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്കിന്നിനും മുഖത്തെ കുരുക്കൾ മാറുന്നതിനും മാതളം നല്ലതാണ്. വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾക്ക് മാതളം കുരു ഉപയോഗിക്കാതെ ജ്യൂസായി ഉപയോഗിക്കുന്നത് ഫലം ചെയ്യുന്നു. ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കാതെ കഴിക്കുക.